ഹലോ ഫ്രണ്ട്സ്, ഡേയ്സ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതിയൊരു ദിവസമായിട്ട് മോർണിംഗിന് ഒരു കാര്യം ചെയ്യാൻ കരുതി. എന്താണെന്നല്ലേ, ഒരു സ്റ്റഡി കോണർ, എൻ്റെ സ്റ്റിക്കി നോട്ട്സൊക്കെ ഒട്ടിക്കാനായിട്ട് ഒരു സ്റ്റഡി കോണർ സെറ്റ് ചെയ്യാമെന്ന് കരുതി. അതിനുവേണ്ടി ഒരു ന്യൂസ് പേപ്പറാണ് ഞാൻ ഇവിടെ ചുവരിൽ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം വൈറ്റ് പേപ്പർ വെച്ച് ചെയ്യാമെന്നാണ് കരുതിയത്. പിന്നെ കരുതി ന്യൂസ് പേപ്പർ ആയിരിക്കും, എനിക്ക് കുറച്ചൊരു വിൻറ്റേജ് ആ ഒരു ഫീലാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ന്യൂസ് പേപ്പർ എടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാം കേട്ടോ. വൈറ്റ് പേപ്പറോ കളർ പേപ്പറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബോർഡ് ടൈപ്പ് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാം. ശേഷം അതിലേക്ക് നമ്മുടെ സ്റ്റിക്കി നോട്ട്സും മോട്ടിവേഷണൽ കോട്ട്സും ഇങ്ങനെയൊക്കെ വെക്കാം. നമ്മൾ നോർമലി പഠിക്കുന്ന ആ ഒരു ടേബിളിൻ്റെ സൈഡിലായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലായിട്ടായിരിക്കും ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ, നല്ല കാറ്റാണ്. അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ അതെല്ലാം പറന്നു പോകും. ഞാൻ സ്റ്റിക്കി നോട്ട് ഒരുപാട് ഒട്ടിക്കാൻ നോക്കി, അപ്പോൾ എല്ലാം പറന്നു പോകുന്നു. അങ്ങനെയാണ് ഈ ഒരു ദിവസം ഇന്ന് രാവിലെ എഴുന്നേറ്റുമ്പോൾ ഇങ്ങനൊരു ഐഡിയ ചെയ്യാമെന്ന് കരുതിയത്. ഈ ഒരു കോർണറിലാവുമ്പോൾ അധികം കാറ്റ് ഇവിടോട്ടധികം ഇല്ല, അപ്പോൾ ഈ ഒരു കോർണറിൽ സെറ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ന്യൂസ് പേപ്പർ എടുത്തു. അത് ഒരു കോണ് മാതിരിയാണ് സെറ്റ് ചെയ്യാൻ കരുതിയത്. നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മറന്നു പോവല്ലേ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റിക്കി നോട്ടിൽ സ്റ്റിക്ക് ചെയ്ത് നമ്മൾ പഠിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ എപ്പോഴും കാണുന്നത്, നമ്മൾ മിററൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ മിററിൻ്റെയൊക്കെ സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ചാൽ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ അത് നമ്മൾ ബൈ ഹാർട്ട് ആക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കൂടുതലും എക്സാമിൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ ചില ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റുകൾ ഇങ്ങനെ ആക്കി വെക്കും. അപ്പോൾ നമ്മൾ ബാക്കി നോട്ട്സ് പഠിച്ച ശേഷം ഇതും കൂടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സ്റ്റിക്കി നോട്ടിൽ എഴുതുന്നത്. അപ്പോൾ അത് എപ്പോഴും കാണും. ചിലപ്പോൾ വർഷമായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് പേരായിരിക്കാം. അപ്പോൾ അത് എപ്പോഴും കാണുമ്പോൾ നമ്മളതിൻ്റെ മനസ്സിൽ അങ്ങ് ഉറച്ചു പോകും അല്ലേ. അപ്പോൾ എക്സാമൊക്കെ അടുത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ സ്റ്റിക്കി നോട്ട് ഒട്ടിക്കുന്നത് വളരെ നല്ലതാണ്. എക്സാം അടുത്ത് വരുമ്പോൾ മാത്രമല്ല, നമ്മൾ സ്റ്റഡിയിൽ മൊത്തം നമ്മൾ എന്ത് പഠിക്കുന്നവരാണെങ്കിലും ഇങ്ങനെ സ്റ്റിക്കി നോട്ടൊക്കെ ഒട്ടിച്ച് വെച്ചിരുന്നാൽ അത് നമ്മളെപ്പോഴും കാണുമ്പോൾ ചിലപ്പോൾ കുറേ നാൾ കാണുമ്പോൾ നമ്മളത് മനസ്സിലാവും അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ സ്റ്റിക്കി നോട്ട് നമുക്ക് അവിടെ നിന്ന് റീപ്ലേസ് ചെയ്തിട്ട് വേറെ അതിന് ശേഷം നമ്മൾ പഠിക്കുന്ന എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യമോ ഒക്കെ നമുക്ക് അവിടെ ഒട്ടിച്ച് വയ്ക്കാം. എൻ്റെ ഒരു സ്റ്റിക്കി നോട്ട് അത്ര പശ അതിൽ നന്നായിട്ടില്ല, അതുകൊണ്ട് ഞാൻ അഡീഷണൽ പശ ഈ ഒരു പേപ്പറിൽ തേച്ച ശേഷമാണ് സ്റ്റിക്കി നോട്ട് അതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ നോക്കുന്നത്. ഇപ്പം നമുക്ക് ആമസോണിലൂടെയൊക്കെ നമുക്ക് ഇതുപോലത്തെ കുഞ്ഞ് സ്റ്റാൻഡൊക്കെ, അതായത് ഇങ്ങനെ ചുവരിലിങ്ങനെ ചേർത്ത് വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ വാങ്ങാൻ പറ്റും. അപ്പോൾ അത് വാങ്ങാൻ പറ്റുന്നവർ അങ്ങനെ വാങ്ങിയിട്ട് കുഞ്ഞു പക്ഷേ അതിൽ ഒരുപാട് നമുക്കിങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് കൂടുതലും ചുവരിലിങ്ങനെ ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ പക്ഷേ ഇവിടെ കാറ്റുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചുവരിൽ ഒരുപാട് ഒട്ടിച്ച് വയ്ക്കുമ്പോഴും അത് നമുക്ക് ഇളക്കുമ്പോൾ ആ ചുവരവിടെ മോശമാവില്ലേ. അപ്പോൾ ഒരു ന്യൂസ് പേപ്പറോ ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പേപ്പർ ഒട്ടിച്ച 4 കോർണറിൽ മാത്രമേ ഇഷ്യൂ ഉണ്ടാകുന്നുള്ളൂ. ബാക്കി ഓക്കെയാണ്. മറ്റേ നമ്മൾ സ്റ്റിക്കി നോട്ട് ഫുൾ ഒട്ടിക്കുമ്പോൾ നമുക്ക് അത് ഇടക്കുമ്പോൾ പശയൊക്കെ അവിടെ ഇരുന്നിട്ട് നമ്മുടെ ആ ചുവരങ്ങ് മോശമാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ന്യൂസ് പേപ്പർ എന്തെങ്കിലും പേപ്പർ ഒട്ടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് കരുതിയത്. പിന്നെ ഇതൊക്കെ കാണുമ്പോഴും നമുക്ക് അതിൽ വേണമെങ്കിൽ മോട്ടിവേഷൻ കോട്ട്സൊക്കെ ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ നമുക്കതൊക്കെ കാണുമ്പോൾ ഒരു മോട്ടിവേഷൻ അല്ലേ പഠിക്കാനായിട്ട്. ഇപ്പം നിങ്ങൾക്ക് പഠിക്കാൻ അങ്ങനെ പ്രത്യേകിച്ചൊരു റൂമിൽ സ്ഥലമില്ല, വീട്ടിലോ അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് പഠിക്കാനൊരു സ്ഥലം ഇല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും ഒരു കോർണർ എടുക്കുക. അവിടെ ഇതുപോലെ ന്യൂസ് പേപ്പർ അല്ല, ഒരു വൈറ്റ് പേപ്പർ ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ ഭംഗിയെന്ന് തോന്നുന്നു ഇതിങ്ങനെ ഒട്ടിച്ച് വന്നപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സംഭവം എടുക്കുക, അവിടെ ഒട്ടിക്കുക. എന്നിട്ട് എന്തെങ്കിലും മോട്ടിവേഷണൽ കോഴ്സും ഇങ്ങനത്തെ സ്റ്റിക്കി നോട്ടും ഒക്കെ ഒട്ടിച്ച് അവിടെ കുറച്ച് മനോഹരമാക്കുക. ദെൻ അതിൻ്റെ താഴെ നമുക്കൊരു കുഞ്ഞു ചെയറോ എന്തെങ്കിലും കൊണ്ടിടുക. അവിടെ കുറച്ച് ആവശ്യത്തിലുള്ള ബുക്ക് വയ്ക്കുക. അവിടെ നിലത്ത് വേണമെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും തുണിയൊക്കെ വിരിച്ച് നമുക്ക് അവിടെ ഇരുന്ന് പഠിക്കാൻ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ സ്റ്റഡി കോർണർ എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു. എൻ്റെ ഒരു സ്റ്റഡി ടേബിൾ ഇത് തമ്മിൽ ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.